പ്രേക്ഷകരെ, ചാമ്പ്യൻസ് ട്രോഫി 2025 ഇന്ത്യ ഇന്നിറങ്ങുകയാണ്. എതിരാളികളാകട്ടെ ബംഗ്ലാദേശ്. ഇംഗ്ലണ്ടിനെതിരായ ODI പരമ്പരയിൽ 3-0 വിജയിച്ചുകൊണ്ട് ഇന്ത്യ ജൈത്രയാത്ര തുടരുകയാണ്. ബംഗ്ലാദേശ് ആകട്ടെ വെസ്റ്റ് ഇൻഡീസിനെതിരായ പരമ്പരയിൽ തോറ്റു തുന്നമ്പാടിയാണ് ചാമ്പ്യൻസ് ട്രോഫിയിലേക്ക് വരുന്നത്. പക്ഷേ ഇന്ത്യക്ക് വില്ലനാകുന്നത് ഇന്ത്യ തന്നെയാണോ? കളിക്കാർക്കിടയിലെ പ്രശ്നങ്ങൾ അതിരൂക്ഷമാണ് ഡ്രസ്സിംഗ് റൂമിൽ. ചാമ്പ്യൻസ് ട്രോഫിക്ക് ഇന്ത്യയുടെ 15 അംഗ സ്ക്വാഡിൽ മതിയായ കളിക്കാരുണ്ടോ എന്നുള്ളത് പ്രസക്തമായ ചോദ്യവും കൂടിയാണ്. നമ്മൾ വിശകലനം ചെയ്യുകയാണ്. എന്നോടൊപ്പം BCCI മാച്ച് റെഫറിയായ P. രംഗനാഥൻ ചേരുകയാണ്. പ്രേക്ഷകരിലേക്കും നമ്മൾ ഈ ചർച്ച മുന്നോട്ട് വയ്ക്കുകയാണ്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫിയിലേക്ക് ഇറങ്ങുന്ന വേളയിൽ ഇന്ത്യക്ക് എത്രമാത്രം സാധ്യതകളുണ്ട്, ബുംറ ഇല്ലാതെ ഇന്ത്യക്ക് എത്ര മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ നിലനിൽക്കുകയുമാണ്. അതുകൊണ്ട് പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ഇന്ത്യക്ക് സാധ്യതകളുണ്ടോ? ചാമ്പ്യൻസ് ട്രോഫി വീണ്ടും ഇന്ത്യ നേടുമോ? 2013 ശേഷം ചാമ്പ്യൻസ് ട്രോഫി 12 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയുടെ ഷെൽഫിലേക്ക് തിരിച്ചെത്തുമോ എന്നുള്ള പ്രസക്തമായ ചോദ്യവും കൂടി നമ്മൾ മുന്നോട്ട് വയ്ക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ അതിഥിയിലേക്ക് പോവുകയാണ്. BCCI മാച്ച് റെഫറിയായ P. രംഗനാഥനാണ് അതിഥിയായി ചേരുന്നത്. പ്രധാനപ്പെട്ടൊരു ചോദ്യം സാർ, അതായത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയിലൂടെ മുന്നോട്ട് പോവുകയാണ്. ബുംറ ടീമിലില്ല. ഇന്ത്യൻ ബൗളിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ തിരിച്ചടിയും കൂടിയാണ്. ഈ ഒരു ഘട്ടത്തിൽ പേസ് അറ്റാക്ക് എത്രമാത്രം എല്ലാ രാജ്യങ്ങളും അവരുടെ പേസ് അറ്റാക്കിനെ വളരെ ശക്തിപ്പെടുത്തുമ്പോൾ ഇന്ത്യക്ക് പറയാനുള്ളത് മുഹമ്മദ് ഷമിയും ഹർഷദീപ് സിംഗും ഹർഷിത് റാണയുമാണ്. ഹർഷിത് റാണ ഇൻഎക്സ്പീരിയൻസ്ഡ്, മുഹമ്മദ് ഷമി പരിക്കിൽ. ഈ ഒരു ഘട്ടത്തിൽ ഇന്ത്യയുടെ പേസ് അറ്റാക്ക് എത്രമാത്രമാണ് വെല്ലുവിളി സൃഷ്ടിക്കുന്നത്? അല്ല, തീർച്ചയായിട്ടും പേസ് അറ്റാക്ക്, സിറാജിന്റെ ഒരു അഭാവം, ഇതെല്ലാം തന്നെ വലിയൊരു കൺസേൺ ആണ് ടീം ഇന്ത്യക്ക്. പക്ഷേ ഹാർദിക് പാണ്ഡ്യ ഒരു ഓൾറൗണ്ടറാണ്. അദ്ദേഹത്തിന് കുറച്ച് ഓവറുകൾ അദ്ദേഹത്തിനും പന്തെറിയാൻ സാധിക്കും. അപ്പൊ ഫാസ്റ്റ് ബോളർമാരുടെ ഒരു ഫുൾ പേസ് അറ്റാക്ക് എന്നുള്ളത് ബുംറയുടെ ഒരു അഭാവം തീർച്ചയായിട്ടും ടീം ഇന്ത്യക്ക് അത് എഫക്ട് ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ ഷമ്മിയുടെ ഒരു തിരിച്ചുവരവ്, പരിക്കിൽ നിന്ന് അദ്ദേഹം വന്നിരിക്കുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ പരിചയസമ്പന്നത അദ്ദേഹത്തിന് ഇതുപോലെയുള്ള ഒരു മത്സരത്തിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. അത് ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എങ്കിൽ തന്നെയും ഹർഷദീപ് എന്നുള്ള ലെഫ്റ്റ് ആം ഫാസ്റ്റ് ബോളർ, യുവ ഫാസ്റ്റ് ബോളർ, കൂടാതെ ഹാർദിക് റാണ എന്നുള്ള അദ്ദേഹവും ഒരു യുവ ഫാസ്റ്റ് ബോളറാണ്. അപ്പൊ എല്ലാം നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ സ്പിൻ അറ്റാക്ക് അത് ഫാസ്റ്റ് ബോളിങ്ങിലും കരുത്തുള്ള ഒരു സ്പിൻ അറ്റാക്ക് ആണെന്ന് പറയണം. അപ്പൊ അതുകൊണ്ട് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് ഒരു കൺസേൺ ആണെങ്കിലും എനിക്ക് തോന്നുന്നു ആദ്യ മത്സരം ബംഗ്ലാദേശിനെതിരെ ഇന്ന് ഇറങ്ങുമ്പോൾ ആ കുറവൊക്കെ പരിഹരിച്ച് അവർക്ക് ഒരു കോൺഫിഡൻസ് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്ന ഒരു വിജയത്തിലോട്ട് തന്നെയാണ് ഇന്ത്യ ബോളർമാർ, പ്രത്യേകിച്ച് ഇന്ത്യയുടെ ബോളർമാര് മുന്നോട്ട് പോകേണ്ടത്. അതോടൊപ്പം തന്നെ 5 സ്പിന്നർമാരുമായിട്ടാണ് ഇന്ത്യ ഇറങ്ങുന്നത് എന്നൊരു വലിയ പ്രസക്തമായ ഒരു ചോദ്യം കൂടിയില്ലേ, വലിയൊരു തലവേദനയും കൂടിയാണത്. കാരണം 5 സ്പിന്നർമാർ, സിറാജിനെയൊക്കെ ഉൾപ്പെടുത്താമായിരുന്നു, പക്ഷെ അതൊന്നും ചെയ്തിട്ടുമില്ല. അത് വളരെ ഒരു ചോദ്യചിഹ്നമാണ്. കാരണം ഹരി, ഇത് നോക്കുകയാണെങ്കിൽ ഈ 5 സ്പിന്നേഴ്സിനെ എങ്ങനെ ടീമിൽ ഉൾപ്പെടുത്താൻ സാധിക്കും? ഇപ്പൊ ജഡേജ, അക്ഷർ പട്ടേൽ, കൂടാതെ നമ്മൾ പറയുന്നത് കുൽദീപ് യാദവ്, ഇങ്ങനെയുള്ള 3 ലെഫ്റ്റ് ആം സ്പിന്നേഴ്സ് ഉൾപ്പെടുന്ന ഒരു ബോളിംഗ് അറ്റാക്ക്, കൂടാതെ ഇപ്പോ വരുൺ ചക്രവർത്തിനെ ടീമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ എല്ലാ രീതിയിലും നോക്കുകയാണെങ്കിൽ ഇവരെ എങ്ങനെയാണ് ഉൾപ്പെടുത്തുക? വാഷിംഗ്ടൺ സുന്ദർ എന്നുള്ള ഓഫ് സ്പിന്നർ ഇരിക്കുന്നു. അപ്പൊ എല്ലാ രീതിയിലും നോക്കുമ്പോൾ ഏത് സ്പിന്നറിനെ എങ്ങനെ ഉൾപ്പെടുത്താൻ സാധിക്കും? ഒരു ഓൾറൗണ്ടർ എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും അക്ഷർ പട്ടേലും ജഡേജയും മുന്നോട്ട് വരുന്നു. പക്ഷെ മറ്റുള്ള സ്പിന്നേഴ്സിന്റെ കാര്യം ഒരു ചോദ്യചിഹ്നമാണ്. ആ പിച്ച് ഒരുപക്ഷെ സ്പിന്നേഴ്സിന് അനുകൂലമാണെങ്കിൽ ആ 3 സ്പിന്നേഴ്സിനെ ഉൾപ്പെടുത്താനായിട്ട് ടീം ഇന്ത്യക്ക് സാധിക്കും. അല്ല, ഈ രോഹിത് ശർമ്മ, നമ്മൾ ബാറ്റിംഗിലേക്ക് വരികയാണെങ്കിൽ രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, ഈ 2 പ്രധാനപ്പെട്ട ആളുകളാണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകൾ എന്നൊക്കെ വിളിക്കാൻ പറ്റുന്നത്. പക്ഷേ അവരുടെ ഒരു ഫോം ഇല്ലായ്മയും ഒരു തിരിച്ചടിയും കൂടിയില്ല. അതുകൊണ്ട് ബാറ്റിംഗ് നമുക്കങ്ങ് ഉറപ്പിച്ച് കെട്ടാം എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. രോഹിത് 2ാം ഏകദിനത്തിൽ സെഞ്ചുറി എടുത്തു, ശരിയാണ്. 3ാം ഏകദിനത്തിൽ കോഹ്ലി ഒരു അർദ്ധ സെഞ്ചുറി അടിച്ചു, അതും ശരിയാണ്. പക്ഷേ ഒരു കൺസിസ്റ്റൻസി ഇല്ലായ്മ, അതുമായിട്ട് ചാമ്പ്യൻസ് ട്രോഫിക്ക് ബാറ്റിംഗ് നിരയും ഇറങ്ങേണ്ടി വരുന്നുണ്ട്. ഇതെല്ലാം തലവേദന തന്നെയല്ലേ? അതൊരു വലിയ കാര്യം തന്നെയാണ്. പക്ഷെ അതൊക്കെ അതിജീവിക്കാനായിട്ട് രോഹിത് ശർമ്മയ്ക്കും അതുപോലെ തന്നെ വിരാട് കോഹ്ലിക്കും സാധിക്കും. കാരണം കഴിഞ്ഞ കാല പെർഫോമൻസ്, പ്രത്യേകിച്ച് ഈ ഒരു ഇന്നലെ ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്തയും കൂടെ ഉണ്ട്. കാരണം ന്യൂസിലാൻഡ് പാകിസ്ഥാനെ പരാജയപ്പെട്ടു. നമുക്ക് ഇനി നേരിടാനുള്ള ബംഗ്ലാദേശ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാകിസ്ഥാനായിട്ടാണ്. അപ്പൊ പാകിസ്ഥാനായിട്ടുള്ള മത്സരത്തിൽ ഏറ്റവും കൂടുതൽ റെക്കോർഡ്സ് ഉള്ളത് രോഹിത് ശർമ്മയ്ക്കും വിരാട് കോഹ്ലിക്കുമാണ്. അപ്പൊ അവരുടെ ഒരു എക്സ്പീരിയൻസും അവരുടെ ഒരു ബാറ്റിംഗ് മികവും ടീം ഇന്ത്യക്ക് ഏറെ ഗുണം ചെയ്യുന്ന രീതിയിലായിരിക്കും എനിക്ക് തോന്നുന്നു ഇന്നത്തെ ആദ്യ മത്സരത്തിൽ ബംഗ്ലാദേശിനെതിരെ അവർക്ക് ആ ഫോം വീണ്ടെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ
വിരാട് പോലെയുള്ള ഒരു താരത്തിന് എനിക്ക് തോന്നുന്നു ഒരു ഇന്നിങ്സ് മതി അദ്ദേഹത്തിന്റെ ഫോമിലോട്ട് മടങ്ങി വരാൻ. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും എഴുതി തള്ളാനായിട്ടില്ല. എങ്കിലും ഒരു കൺസേൺ തന്നെയാണ് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും. പക്ഷെ ചാമ്പ്യൻസ് ട്രോഫി പോലെയുള്ള ഈ മത്സരങ്ങളിൽ അവർക്ക് ഫോം മികവ് വീണ്ടെടുത്ത് ടീം ഇന്ത്യക്ക് വേണ്ടി മികച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കും. നമ്മളിപ്പോൾ ഒഫീഷ്യൽസിന്റെയും കൂടി അഭിപ്രായം എടുക്കുന്നതോടുകൂടി തന്നെ പ്രേക്ഷകരുടെയും അഭിപ്രായം വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലും കൂടിയാണല്ലോ. കാരണം എല്ലാവരും ആശങ്ക അറിയിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ്. കാരണം നമുക്കറിയാം 50% സാധ്യത ഇല്ല എന്നുള്ളതാണ് പരക്കെ ബുംറ ഇല്ലാത്തത് കൊണ്ട് പറയുന്നത്. അങ്ങനെ അതൊരു തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്. തിരിച്ചൊരു ചോദ്യം, ബുംറ ഇല്ലെങ്കിൽ 50% മാത്രമേ ഉള്ളൂ ഇന്ത്യയുടെ സാധ്യത? അങ്ങനെ പറയാറായിട്ടില്ല. കാരണം ഇപ്പൊ ഷമ്മിയുടെ ഒരു മടങ്ങിവരവ് ഏറെ ആശ്വാസം ടീം ഇന്ത്യക്ക് ഉണ്ട്. അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ പരിചയസമ്പന്നത അതൊരിക്കലും നമുക്ക് എഴുതി തള്ളാൻ സാധിക്കും. പിന്നെ നമുക്ക് എപ്പോഴും നന്നായിട്ട് പന്തെറിയുന്ന ഇപ്പൊ ഒരു യുവ ഫാസ്റ്റ് ബോളർ ആയിട്ടുള്ള അർഷദീപ്, കൂടാതെ റാണ, ഇവരെല്ലാം നമുക്ക് ഒരു മികച്ച എക്സ്പീരിയൻസ് ഉള്ള താരമാണെന്ന് പറയാൻ സാധിക്കില്ലെങ്കിലും അവരുടെ പെർഫോമൻസ് തീർത്തും ഈ ടീം ഇന്ത്യക്ക് ഗുണം ചെയ്യും. കാരണം ആദ്യമായിട്ട് ചാമ്പ്യൻസ് ട്രോഫി കളിക്കുന്നു, കൂടുതൽ ഉണർവോടുകൂടി അവർക്ക് പെർഫോം ചെയ്യാൻ സാധിക്കും. അപ്പൊ 3 ഫാസ്റ്റ് ബോളേഴ്സ് ഉള്ളവര് ഒരിക്കലും ഒരു മോശപ്പെട്ട അറ്റാക്ക് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പിന്നെ ബുംറ ഒരു കമ്പാരിസണും ഇല്ല. ഏത് ഫോർമാറ്റിൽ നോക്കുകയാണെങ്കിലും ബുംറയെ പോലെയുള്ള ഒരു ബോളർ ടീം ഇന്ത്യക്ക് എന്നും ഒരു അസറ്റാണ്. ആ കുറവ് ഒരു പക്ഷേ ഇപ്പൊ യുവ ഫാസ്റ്റ് ബോളർമാര് കുറവ് പരിഹരിച്ചു കഴിഞ്ഞാൽ ടീം ഇന്ത്യക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ബംഗ്ലാദേശ് നിരയിലേക്കും കൂടി നമുക്ക് വരണമല്ലോ. ഇപ്പോൾ അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്ലെയർ എന്ന് പറയുന്നത് നഹീദ് റാണയാണ്. നഹീദ് റാണ അവരുടെ സ്ക്വാഡിൽ ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് ഞാൻ വിശ്വസിക്കുന്നത് ചെറുതൊന്നുമല്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ടസ്കിൻ അഹമ്മദും നഹീദ് റാണയും ഒക്കെ അടങ്ങുന്ന ഒരു പേസ് അറ്റാക്ക് ഉണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പേസ് അറ്റാക്ക് തന്നെ അവർ ശക്തിപ്പെടുത്താനുള്ള ഒരു സാധ്യതയും കൂടി താങ്കൾ നോക്കി കാണുന്നുണ്ടോ? ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും അവർക്ക് തിരിച്ചു വന്നേ പറ്റുള്ളൂ. കാരണം വലിയൊരു തോൽവിക്ക് ശേഷം അവർ വരുന്ന ഒരു ടൂർണമെന്റും കൂടിയാണ്. അപ്പോൾ പല ടീമുകളെയും മാറ്റി നിർത്തിക്കൊണ്ടാണ് ബംഗ്ലാദേശും കൂടി ഇതിലേക്ക് വരുന്നത്. ചാമ്പ്യൻസ് ട്രോഫിയിലേക്ക് അവരും കൂടി ഇടം പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ബംഗ്ലാദേശ് ഹാസ് ടു പ്രൂവ് റൈറ്റ്. അവർക്ക് അതൊരു തെളിയിച്ചേ പറ്റത്തുള്ളൂ, എന്ത് സംഭവിച്ചാലും ശരി. അല്ല, ഓരോ മത്സരവും എല്ലാ മത്സരവും നിർണായകമാണ്. ഈ മത്സരം മാത്രമല്ല, എല്ലാ മത്സരങ്ങളും നിർണായകമാണ്. ഇപ്പൊ തസ്കിൻ അഹമ്മദിന്റെ കാര്യം അല്ലെങ്കിൽ മുസാഫിർ റഹ്മാൻ, ഇവരെല്ലാം തന്നെ മികച്ച രീതിയിൽ കളിച്ച് പരിചയമുള്ള പന്തെറിഞ്ഞ താരങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ബംഗ്ലാദേശിനെ ഒരിക്കലും നമുക്ക് അവർക്കൊരു തിരിച്ചുവരവിന് വേണ്ടി ശ്രമിക്കും. അത് മാത്രമല്ല, പ്രത്യേകിച്ച് ഇന്ത്യക്കെതിരെ ഒരു വിജയം നേടുകയാണെങ്കിൽ ഒരുപക്ഷെ അടുത്ത റൗണ്ടിലോട്ട് പോകാനായിട്ട് പറ്റിയ ഒരു അവസരമായിട്ട് മാറ്റാനേ സാധിക്കും. അപ്പൊ തുടക്കത്തിലെ മത്സരം ടീം ഇന്ത്യക്ക് എന്ന പോലെ ബംഗ്ലാദേശിനും ഏറെ നിർണായകമാണ്. മുഷീഫർ റഹ്മാൻ ആയാലും ഇവരെല്ലാം തന്നെ നമുക്ക് നോക്കുമ്പോൾ ടീമിന്റെ ഘടന നമുക്കൊരിക്കലും ഇന്ത്യൻ ടീമിന്റെ ഒരു സ്ട്രെങ്ത് എന്നുള്ള ഇപ്പൊ ശുഭ്മാൻ ഗിൽ, വിരാട് കോഹ്ലി അല്ലെങ്കിൽ രോഹിത് ശർമ്മ, ഇവരെല്ലാം നല്ല രീതിയിൽ നല്ലൊരു തുടക്കം ടീം ഇന്ത്യക്ക് നൽകാൻ പറ്റിയ ഒരു താരങ്ങളാണ്. പ്രത്യേകിച്ച് ആദ്യത്തെ 10 ഓവർ ബംഗ്ലാദേശിന്റെ ഫാസ്റ്റ് ബോളർമാരും രോഹിത് ശർമ്മയും ശുഭ്മാൻ ഗില്ലും എങ്ങനെയാണ് നേരിടുക, അതൊരു മത്സരത്തിന്റെ ഒരു ഗതി തന്നെ നിർണ്ണയിക്കുന്ന രീതിയിലായിരിക്കും പോവുക. ഈ ഷാൻഡോയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ബംഗ്ലാദേശിന്റെ സ്ക്വാഡിലേക്ക് വരുമ്പോഴേ അവർക്ക് മുഷ്ഫിഖർ റഹീം ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഷക്കീബ് അൽ ഹസൻ ടീമിലില്ല. അതൊരു വലിയ തലവേദന കൂടിയാണ് അവരെ സംബന്ധിച്ചിടത്തോളം. ഷക്കീബിനെ സംബന്ധിച്ചിടത്തോളം ബംഗ്ലാദേശിന്റെ ഏറ്റവും വിശ്വസ്തനായ ഒരു പ്ലെയർ എന്നൊക്കെ വിളിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അവരുടെ ഓൾറൗണ്ട് മികവിനെയും ഒരു വലിയ തിരിച്ചടിയും കൂടി ആവുന്നില്ലേ അവർക്ക്? അല്ല, വളരെ ശരിയാണത്. കാരണം ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ പുതിയ താരങ്ങൾക്ക് ഒരു നല്ലൊരു അവസരം, അതും ബംഗ്ലാദേശിലെ പുതിയ താരങ്ങൾ ധാരാളമുണ്ട്, അവർക്കൊക്കെ ഒരു അവസരം ലഭിക്കുന്ന ഒരു ഘട്ടത്തിലോട്ട് വരുന്നു. അപ്പൊ ഇതുപോലെയുള്ള ഒരു വേദി പിന്നെ ഒരു ന്യൂട്രൽ വേദിയുമാണ്. അപ്പൊ അങ്ങനെ ഒരു ന്യൂട്രൽ വേദിയിൽ ബംഗ്ലാദേശിന് ഒരു പക്ഷേ ധാരാളം താരങ്ങൾ അവിടെ കളിച്ച ഒരു പരിചയം കൂടെ അവിടെ ഉണ്ട്, ദുബായിലും മറ്റുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലെല്ലാം തന്നെ. അപ്പൊ അതുകൊണ്ട് ബംഗ്ലാദേശിന് കിട്ടുന്ന ആ ഒരു കാണികളുടെ പിന്തുണയും നമുക്ക് ബംഗ്ലാദേശിന് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ബംഗ്ലാദേശിന്റെ യുവതാരങ്ങൾക്കും ഒരു പെർഫോം ചെയ്യാനായിട്ടൊരു വേദിയായിട്ട് മാറുന്നു ഒരു മത്സരം. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഗ്രൂപ്പ് നോക്കുകയാണെങ്കിൽ ബംഗ്ലാദേശിന് ന്യൂസിലാൻഡിനെ പരാജയപ്പെടുത്താം, ബംഗ്ലാദേശിന് പാകിസ്ഥാനെ പരാജയപ്പെടുത്താം, ബംഗ്ലാദേശിന് ഇന്ത്യയെ പരാജയപ്പെടുത്താം. അത് ഒരു രീതിയിലും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഗ്രൂപ്പാണത്. അപ്പൊ അതുകൊണ്ട് മാറി റിസൾട്ടുകൾ വരാം. ഇന്ത്യക്ക് പക്ഷേ ആദ്യ മത്സരം അത് വളരെ നിർണായകമാണ്. പ്രത്യേകിച്ച് ഇന്നലെ പാകിസ്ഥാൻ പരാജയപ്പെട്ടതുകൊണ്ട് ഇനി അടുത്ത മത്സരം വളരെ നിർണായകമായിട്ട് മാറുന്നൊരു ഘട്ടം. അതുകൊണ്ട് തുടക്കം നല്ല രീതിയിൽ ഇന്ത്യ ടീമിന്റെ പെർഫോം ചെയ്യേണ്ടിയിരുന്നു. തുടക്കം അത് വളരെ പ്രധാനപ്പെട്ടതാണ്, താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ. പക്ഷേ ഈ ഡ്രസ്സിംഗ് റൂമിനകത്ത് നടക്കുന്ന ചില പ്രശ്നങ്ങൾ
പന്ത് വിമർശനം ഉന്നയിക്കുന്നു കോച്ചായ ഗൗതം ഗംഭീറിനെതിരെ. തനിക്ക് അവസരം കിട്ടുന്നില്ല എന്നത് സംബന്ധിച്ച് പ്രസക്തമായ ഒരു കാര്യം കൂടിയാണല്ലോ. കാരണം രാഹുലിന് തുടരെ അവസരങ്ങൾ കിട്ടുമ്പോൾ പന്ത് എന്തുകൊണ്ട് മാറ്റി നിർത്തപ്പെടുന്നു എന്നൊരു ചോദ്യവും കൂടി നിലനിൽക്കുന്നുണ്ട്. ഈ പന്ത് രാഹുൽ ക്ലാഷ് അത് താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, എല്ലാം നമുക്കൊരു ടീം വരുമ്പോഴത്തേക്കും ടീം ഇന്ത്യ എന്നുള്ള രീതിയിൽ കളിക്കളത്തിൽ ഇറങ്ങുമ്പോൾ കളിക്കുന്ന 11 താരങ്ങളാണ്, ബാക്കിയുള്ള 4 താരങ്ങൾ ഉൾപ്പെടെ ഒരു ടീമാണ്. അപ്പൊ ടീമിൽ കളിക്കാൻ സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ പന്തായാലും രാഹുൽ ആയാലും അപ്പൊ പന്തിന് ഇനി അവസരം ലഭിക്കും. പക്ഷെ രാഹുൽ കഴിഞ്ഞ ഇംഗ്ലണ്ട് പരമ്പര വളരെ മികച്ച രീതിയിൽ വിക്കറ്റ് കീപ്പ് ചെയ്തു. ഒരു അർദ്ധ സെഞ്ചുറി ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ പെർഫോമൻസും ഒരിക്കലും പിന്നോട്ടല്ലായിരുന്നു. അപ്പൊ ഒരു വിന്നിംഗ് കോമ്പിനേഷനെ മാറ്റാനായിട്ട് ഒരിക്കലും ഒരു പരിശീലകനോ ഒരു ക്യാപ്റ്റനോ ശ്രമിക്കില്ല. അപ്പൊ അതുകൊണ്ടായിരിക്കാം KL രാഹുലിന് കൂടുതൽ മത്സരങ്ങൾ അവസരം ലഭിക്കുന്നതും പന്തിനെ ഒഴിവാക്കിയതും. കാരണം പന്ത് എന്നും ഒരു അസറ്റാണ്, എപ്പോ വേണമെങ്കിൽ അദ്ദേഹത്തിന് പെർഫോം ചെയ്യും. ഇപ്പൊ നമ്മളെല്ലാം പറയുകയാണെങ്കിൽ ധാരാളം താരങ്ങൾ ടീമിൽ കിട്ടാതെ വെളിയിലിരിക്കുന്നു. അപ്പൊ സിറാജിന്റെ കാര്യം, സിറാജ് എല്ലാവരും പ്രതീക്ഷിച്ചാണ് സിറാജിനെ പോലെയുള്ള ഒരു ഫാസ്റ്റ് ബോളർ ടീമിൽ വരുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഒരു 15 എന്നുള്ള ആ ഒരു ടീം ഇന്ത്യ തന്നെയാണ്. അതിൽ 11 കളിക്കുന്നോ ഇല്ലെങ്കിലും അവരുടെ പെർഫോമൻസ്, പിന്നെ ഡ്രസ്സിംഗ് റൂമിലെ ഈ വാർത്തകളൊക്കെ എനിക്കത് കൂടുതലായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം പന്ത് ഓപ്പൺ ആയിട്ട് പറഞ്ഞു എന്ന് പറയുന്നു, പക്ഷെ അതിന് വ്യക്തമായിട്ട് എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? KL രാഹുൽ പെർഫോം ചെയ്യാത്തതാണോ? പക്ഷെ KL രാഹുലും കഴിഞ്ഞ മത്സരത്തിൽ ഇംഗ്ലണ്ടിനെതിരെ അർദ്ധ സെഞ്ചുറി നേടിയ ഒരു താരമാണ്. ഇനിയും ഈ മത്സരവും ഒരുപക്ഷെ ഇപ്പൊ നമ്മളോടൊപ്പം ഒരു പ്രേക്ഷകൻ ജോയിൻ ചെയ്യുകയാണ്. കൊല്ലത്ത് നിന്ന് ശിവകുമാറാണ് ചേരുന്നത്. ശിവകുമാർ, ഇന്ത്യ ഇന്ന് ചാമ്പ്യൻസ് ട്രോഫിക്ക് ഇറങ്ങുന്നു. ഒരുപാട് പ്രതീക്ഷകൾ ഒരു ഘട്ടത്തിൽ നിൽക്കുകയാണ്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇന്ത്യൻ ലൈനപ്പ് വെച്ചിട്ട് ഇന്ത്യക്ക് എത്രമാത്രം സാധ്യതകളാണ് താങ്കൾ നോക്കി കാണുന്നത്? ഇന്ത്യയിലെ നല്ല ബെസ്റ്റ് ടീമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഉള്ള ടീം. പിന്നെ ഇപ്പം ഗൾഫിൽ നടക്കുന്ന കളിയായതുകൊണ്ട് അവിടെ സ്പിന്നർക്ക് അധികം പ്രാധാന്യമുള്ള പിച്ചുകളാണെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഇന്ത്യ തന്നെ കപ്പടിക്കും എന്നുള്ള സ്വപ്രതീക്ഷയിലാണ് ഞങ്ങൾ. പക്ഷെ കഴിഞ്ഞ ദിവസം നമ്മൾ ന്യൂസിലൻഡും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരം കണ്ടതാണ്. ന്യൂസിലൻഡ് കൃത്യമായ ഒരു ബോംബ് ഇട്ടിട്ടുണ്ട്. നമ്മൾ നിസ്സാര ടീം അല്ല എന്നുള്ളതും കൂടി ന്യൂസിലൻഡ് ഉറക്കെ പ്രഖ്യാപിക്കുന്നുണ്ട്. ന്യൂസിലൻഡിന്റെ കളി ഞാൻ മുഴുവൻ കണ്ടായിരുന്നു സാർ. ഇന്ന് കളി മുഴുവൻ കണ്ടായിരുന്നു. നല്ല കളിയായിരുന്നു. പാകിസ്ഥാൻ തോക്കണമെന്ന് നല്ല ആഗ്രഹത്തോടു കൂടിയാ കളി കണ്ടത്, പ്രാർത്ഥിച്ചത്. എന്തായാലും അത് ന്യൂസിലാൻഡ് ജയിച്ചതിൽ സന്തോഷമുണ്ട്. പക്ഷെ ഇന്ത്യയുടെ ബെസ്റ്റ് ടീമാണ് സാർ ഇപ്പം. നല്ല ടീമാണ്. പിന്നെ വിരാട് കോഹ്ലിക്കും രോഹിത് ശർമ്മയ്ക്കും ഇപ്പൊ ലാസ്റ്റ് ചാമ്പ്യൻസ് ട്രോഫി ആയിരിക്കും. അപ്പൊ അവർ കപ്പടിക്കാനായിട്ട് കഴിയുന്നതും പരിശ്രമിക്കും, ആത്മാർത്ഥമായിട്ട് കളിക്കും എന്നുള്ള വിശ്വാസത്തിലാണ്. ഇപ്പൊ 8 കൊല്ലം കൂടി കഴിഞ്ഞിട്ടാ ചാമ്പ്യൻസ് ട്രോഫി വരുന്നത്. അപ്പം ഈ കപ്പൂടെ അടിച്ച് അവരെ നല്ല ബസ്സായിട്ട് രാജാക്കന്മാരായിട്ട് വിരമിക്കും എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം, പ്രതീക്ഷ. അല്ല, അതോടൊപ്പം തന്നെ ഒരു ചോദ്യം കൂടി ഉണ്ടല്ലോ. 5 സ്പിന്നർമാർ ടീമിലുണ്ട്. ആ ഒരു തീരുമാനത്തെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? നമ്മുടെ ബുംറ എന്ന് പറയുന്ന വലിയൊരു ബെസ്റ്റ് ബോളർ ഇല്ലാത്തതും വിഷമം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷെ എന്നാലും അത് ബാക്കിയുള്ളവരെല്ലാരും കൂടി അത് നികത്തി നമ്മള് വിജയത്തിലെത്തും. ഈ 5 സ്പിന്നർമാരുണ്ടെങ്കിലും അതിൽ നമുക്കൊരു 3 പേരെ സെലക്ട് ചെയ്യാം. അപ്പം ഇന്നത്തെ കളിയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം സ്പിന്നർക്ക് ആനുകൂല്യം ഉണ്ടാവുന്നതാണ് എന്റെ ഒരു ആഗ്രഹം. അപ്പം സാന്നർ 3 വിക്കറ്റ് എടുത്തത് നമ്മൾ കണ്ടതാണ്. എന്തോ സാന്നർ 3 വിക്കറ്റ് ഒക്കെ എടുത്തത് നമ്മൾ കണ്ടതാണല്ലോ. സാറ്റ്നർ 3 വിക്കറ്റ് എടുത്തായിരുന്നു. അതുപോലെ തന്നെ ബാബറൊക്കെ ഫോമായിട്ട് നിന്നപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു കളി വേറെ രീതിക്ക് പോകുമെന്ന് വിചാരിച്ചപ്പോൾ സ്പിന്നർമാര് നല്ല ആധിപത്യം എടുത്തായിരുന്നല്ലോ. ആദ്യം അദ്ദേഹം വിക്കറ്റ് വീഴ്ത്തി തുടക്കം കൊടുത്തെങ്കിലും പിന്നെ സ്പിന്നർമാരുടെ ഒരു ആധിപത്യമായിരുന്നല്ലോ കളിയിലെ. പിന്നെ ന്യൂസിലൻഡ് വളരെ കൃത്യമായിട്ട് അവര് 2 ഫാസ്റ്റ് ബോളർമാരും നല്ല ബോളിങ് ചെയ്തു. ആദ്യം ഇവരെ പിടിച്ചു കയറ്റി. ഇവര് വളരെ ഈസി ആയിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞ് അടിച്ച് ജയിക്കാം എന്നുള്ള ഒരു ഇതിലേക്ക് വന്നപ്പോഴത്തേക്കും സംഭവം വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ല. പിന്നെ അവിടെ നിന്ന് കുറച്ച് തണുപ്പും കാര്യങ്ങളൊക്കെ ആയി സദ്യയൊക്കെ ആയപ്പോഴത്തേക്കും സ്പിന്നർക്ക് കുറച്ചുകൂടെ ആനുകൂല്യം കിട്ടിയെന്നാണ് ഞാൻ കരുതുന്നത്. ശരി, വ്യക്തമാണ് ശിവു. വളരെയധികം നന്ദി പ്രതികരിച്ചതിന്. അപ്പോൾ രംഗനാഥൻ സാർ, ഇതിൽ കൃത്യമായിട്ട് ഈ പ്രേക്ഷകൻ പറയുന്നതും അത് തന്നെയാണ്. അതായത് സ്പിന്നർമാർക്കും കൂടെ അനുകൂലമായിട്ട് മാറും. കഴിഞ്ഞ കളി അതിന് വ്യക്തമാണ്. അബ്രാർ അഹമ്മദ് ആണ് തുടക്കത്തിൽ തന്നെ ന്യൂസിലൻഡ് ആദ്യത്തെ വിക്കറ്റ് എടുത്തതും ഒരു ലെഗിയാണ്. അപ്പോൾ ഈ സ്പിന്നർമാർക്ക് അനുകൂലമായ ഒരു സാഹചര്യം ദുബായ് കണ്ടീഷൻസിൽ ഉണ്ട് എന്നുള്ളത് പറയേണ്ടി വരുമല്ലോ. അല്ല, സ്പിന്നേഴ്സിന് അനുകൂലമാണ്. അതുകൊണ്ടാണല്ലോ ടീം ഇന്ത്യയിൽ ഇപ്പൊ 5 സ്പിന്നേഴ്സ് വന്നിരിക്കുന്നത്.
അത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത 5 സ്പിന്നേഴ്സാണ്. ആരെ എടുക്കും, ആരെ കളിപ്പിക്കുന്നുള്ളതാണ് ഇപ്പൊ ഒരു ചോദ്യചിഹ്നം. എങ്കിൽ തന്നെയും നമ്മളിപ്പോ നോർമലായിട്ട് നമ്മളൊരു ടീമിന്റെ ഘടന വെച്ച് നോക്കുകയാണെങ്കിൽ ഫാസ്റ്റ് ബോളറിന്റെ ഒരു കുറവ് ടീം ഇന്ത്യക്ക് ഉണ്ട്. അത് നമുക്ക് എത്ര പറഞ്ഞാലും എത്ര വിമർശിച്ചാലും അത് വിമർശനമായിട്ട് തന്നെ എടുക്കണം. കാരണം ബുംറയ്ക്ക് ഒരു പകരക്കാരൻ നമുക്ക് ടീം ഇന്ത്യയിലില്ല. സ്പിന്നേഴ്സ് തീർച്ചയായിട്ടും സ്പിന്നേഴ്സ് പെർഫോം ചെയ്യും, സ്പിന്നേഴ്സ് പെർഫോം ചെയ്യണം. കാരണം ഏറ്റവും കൂടുതൽ ഇപ്പൊ സ്ട്രെങ്ത് ഉള്ള ഇന്ത്യക്ക് സ്പിന്നേഴ്സ് ആണ്. പക്ഷെ ഇന്ത്യയുടെ ഫാസ്റ്റ് ബോളിംഗ് അത്ര മോശമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ദുബായ് പോലെയുള്ള ഒരു ഗ്രൗണ്ടിൽ സ്പിന്നേഴ്സിനും കൂടാതെ ഫാസ്റ്റ് ബോളർമാർക്കും എഫക്ട് കിട്ടുന്നതാണ്. ഇന്നലെ താങ്കൾ ഹരി നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാന്റനർ 3 വിക്കറ്റ് എടുത്തു. അപ്പൊ അതൊരു നല്ലൊരു കാര്യമാണ്. കാരണം ഒരു സ്പിന്നർ 3 വിക്കറ്റ് എടുക്കുക, അതും പാകിസ്ഥാനെ പോലെയുള്ള ഒരു ടീമിനെതിരെ വിക്കറ്റ് എടുക്കുക എന്നുള്ള വിക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു ഹെൽപ്പാണ്. അപ്പൊ അതുപോലെ തന്നെ ജഡേജയോ അക്സർ പട്ടേലോ അങ്ങനെയുള്ള സ്പിന്നേഴ്സിന് കൂടുതൽ ഹെൽപ്പ് കിട്ടുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ടീം ഇന്ത്യക്ക് ഗുണം ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മൾ എപ്പോഴും സംസാരിക്കുന്ന ഒരു 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 റൈവൽറിയാണ് ഇന്ത്യ പാകിസ്ഥാൻ. പക്ഷേ ഇന്ത്യ ബംഗ്ലാദേശും അതുപോലെ ഒരു റൈവൽറിയാണ്. ബംഗ്ലാദേശുകാർക്ക്, പ്രത്യേകിച്ച് അവിടുത്തെ കാണികൾക്കൊക്കെ ഇന്ത്യയെ പരാജയപ്പെടുത്തുമ്പോൾ അവർക്കുണ്ടാവുന്ന സന്തോഷം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. വിജയത്തിന്റെ വക്കിൽ വരെ മുഷ്ഫിഖർ റഹീം ബംഗ്ലാദേശിനെ എത്തിച്ചതിന് ശേഷം ഹാർദിക് പാണ്ഡ്യ ഇന്ത്യയെ തിരിച്ചു കൊണ്ടുവന്നതിന് ശേഷം അവരുടെ ഒരു കൂട്ടക്കരച്ചിലും നിലവിളിയും ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇന്ത്യ ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു റൈവൽറിയും വളരെ ശക്തമായി നിൽക്കുകയും കൂടിയാണ്. അതുകൊണ്ട് ഈ ഒരു മത്സരം, ഈ ഒരു തുടക്കം, അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത്, ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ജയത്തോടെ തുടങ്ങുന്നതിനേക്കാൾ ഉപരി ഇന്ത്യയെ ജയിച്ചുകൊണ്ട് തുടങ്ങുക എന്നുള്ളതും കൂടിയായിരിക്കുമല്ലോ അവരുടെ മൈൻഡ് സെറ്റ്. വളരെ ശരിയാണ്. ഇന്ത്യയെ പാകിസ്ഥാനായാലും ബംഗ്ലാദേശ് ആയാലും ഇത് തുല്യമായിട്ട് തന്നെ നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു. കാരണം ഇരു ടീമുകളും ഇന്ത്യയെ കാണുന്നത് ബദ്ധവൈരികളായിട്ടാണ്. അത് മറ്റുള്ള കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ, അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യ ബംഗ്ലാദേശിനെതിരെ കളിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെതായ ഒരു സമ്മർദ്ദം ടീം ഇന്ത്യക്കും ഉണ്ട്. അത് മാത്രമല്ല ബംഗ്ലാദേശ് അവര് ഇന്ത്യയെ പരാജയപ്പെടുത്തുകയാണെങ്കിൽ അതൊരു വലിയ ആഘോഷമായി മാറ്റാനും അവർ ശ്രമിക്കും. നമ്മൾ ഈ ബംഗ്ലാദേശിന്റെ ബാറ്റിംഗ് ഓർഡറിലേക്ക് ഒന്ന് പോവാം. സൗമ്യ സർക്കാർ, തൻസിദ് ഹസനും തൗഹിദ് ഹൃദയൊക്കെ ബംഗ്ലാദേശ് ക്യാമ്പിൽ തന്നെ ഉള്ള പ്ലെയേഴ്സാണ്. അപ്പോൾ അവർക്ക് കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പോലും പ്രധാനപ്പെട്ട വേദികളിൽ ബംഗ്ലാദേശ് പലപ്പോഴായി മികച്ച മത്സരങ്ങൾ പുലർത്തിയിട്ടില്ല എന്നുള്ള സത്യമാണ്. നമ്മൾ ഓഡിയോ സ്റ്റാറ്റ്സ് എടുത്ത് നോക്കിയാൽ പോലും 41 മത്സരങ്ങൾ 32 എണ്ണം ഇന്ത്യ ജയിക്കുന്നു, 8 എണ്ണം ബംഗ്ലാദേശ് ജയിക്കുന്നു. ചരിത്രമാണ്. എന്നാൽ പോലും ഈ ചരിത്രത്തിന് ഇപ്പോൾ എത്രമാത്രം പ്രസക്തി ഉണ്ടെന്നുള്ള ഒരു ചോദ്യം കൂടിയാണ്. പക്ഷേ ഈ ചരിത്രം മുന്നിൽ നിൽക്കുമ്പോൾ ഇന്ത്യക്ക് അപ്പർ ഹാൻഡ് ഉണ്ട് എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ ഇന്ത്യക്ക് വില്ലൻ ഇന്ത്യൻ തന്നെയല്ലേ? ഇന്ത്യൻ ടീം വെച്ച് നോക്കുക, ബാറ്റിംഗ് വെച്ച് നോക്കുകയാണെങ്കിൽ ബാറ്റിംഗ് വളരെ കരുത്തരായിട്ടുള്ള ഒരു ബാറ്റിംഗ് ലൈനപ്പാണ് ഇന്ത്യയുടെ. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ തിരികെ എത്താം. ഇരിട്ടിയിൽ നിന്ന് ഹഫീസ് എന്നൊരു പ്രേക്ഷകൻ കൂടി വിളിക്കുകയാണ്. ഹഫീസ്, എന്ത് തോന്നുന്നു ഇന്ത്യയുടെ പ്ലേയിങ് 15 കണ്ടിട്ട് പ്ലേയിങ് 11ലേക്ക് ആരൊക്കെ പോകാനാണ് സാധ്യത? എത്രമാത്രമാണ് ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യക്ക് നേടാൻ സാധ്യതയുള്ളത്? ഇന്ത്യക്ക് പൂർണ്ണ ചാൻസ് ആണ്. കാരണം ഇന്നലത്തെ കളിയിൽ പാകിസ്ഥാനെ ജയിച്ചിരുന്നെങ്കിൽ പിന്നെ കളിയിൽ കുറച്ച് മാറ്റം ഉണ്ടാവും. പക്ഷെ ഇന്ത്യക്ക് യാതൊരു പ്രശ്നമില്ല. ബംഗ്ലാദേശിനെ ഈസിയായിട്ട് കൈകാര്യം ചെയ്യും. അടുത്ത് വരുന്ന പാകിസ്ഥാനെല്ലാം ഈ ലെവലിൽ ഇന്ത്യ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യും. പക്ഷെ കഴിഞ്ഞ മത്സരം അത്ര എളുപ്പത്തിൽ ജയിച്ചതായിട്ട് തോന്നുന്നു. 60 റൺസിന്റെ തോൽവിയാണെങ്കിൽ പോലും അവസാനം വാലറ്റക്കാർ വരെ പാകിസ്ഥാന് വേണ്ടി നിന്ന് കളിച്ചു. അത് വാലറ്റക്കാരെ കളിച്ചാൽ ഒരു അതിര് വിട്ട കളിയാ. അവർക്ക് അവിടെ ജയിക്കാൻ വേണ്ടി കളിച്ചതല്ല, വെറുതെ ഒരു കളി. സത്യമാണ്. പക്ഷെ എന്നാൽ പോലും അവർ കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അവരുടെ ബാറ്റിംഗ് ലൈനപ്പ് ഡീപ്പാണ്. അവസാനം വരെ അവർക്കും ബാറ്റ് ചെയ്യാൻ ആളുണ്ട്. പാകിസ്ഥാൻ ഇപ്പൊ ഒരൊറ്റൊരാൾ ഒരു വ്യക്തിന്റെ മേലെ പാകിസ്ഥാൻ ടീമുള്ള ഒരു ബാബർ അസം, ആരും നിലവിലില്ല. ബാബർ അസം മാത്രമേ ഉള്ളൂ. ഫഖർ സമാനും മുഹമ്മദ് റിസ്വാനും. ഫഖർ സമാനിന്റെ ഫോം ഔട്ടല്ലേ ഏത് കളിയിൽ ഇപ്പൊ അടുത്ത് കളിച്ചിട്ടുള്ള ഫോം ഔട്ടല്ലേ? ഒരു 100 അടിക്കാറുള്ള ഒരു കൽപ്പുള്ള ഒരു കളിക്കാരൻ ബാബർ അസം അല്ലാതെ വേറെ ഒരാളില്ല. ബാക്കിയെല്ലാം ഒരു ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് അശോക് കുമാർ കൂടി ചേരുകയാണ്. അശോക്, എത്രമാത്രം പ്രതീക്ഷ വെക്കുന്നുണ്ട് താങ്കൾ ഇന്ത്യൻ ടീമിൽ? ബുംറ ഇല്ല, അതൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ബുംറ ഇല്ലാതെ എത്രമാത്രം പ്രതീക്ഷ താങ്കൾ വെക്കുന്നുണ്ട്? ചേട്ടാ, ബുംറ ഇല്ലെങ്കിലും കളി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നതാണ് എന്റെ വിശ്വാസം. പിന്നെ പറഞ്ഞോളൂ, കേൾക്കാം. രോഹിത് ശർമ്മയും പിന്നെ കോഹ്ലിയും കൂടെ നല്ല ഫോമിലായി കഴിഞ്ഞാൽ ടീം ഇന്ത്യ സൂപ്പറായിട്ട് ജയിക്കും എന്നാണ് എന്റെ കണക്കുകൂട്ടല്. പിന്നെ ഇന്ത്യയുടെ ഫീൽഡിംഗ് കൂടെ ഒന്ന് ശക്തമായി കഴിഞ്ഞാൽ ഒന്നും പേടിക്കാതെ കളി ജയിക്കാവുന്നതാണ്. അശോക്, പക്ഷേ ഈ രോഹിത്തും കോഹ്ലിയുടെയും ഫോം അത് വലിയൊരു പ്രശ്നമല്ലേ? കാരണം രണ്ടാം ഏകദിനത്തിൽ രോഹിത് ഒരു സെഞ്ചുറിയൊക്കെ അടിച്ചെങ്കിൽ പോലും മൂന്നാം ഏകദിനത്തിൽ 1 റണ്ണിന് പുറത്തായി. കോഹ്ലി എങ്ങനെയെങ്കിലും തിളങ്ങണമെന്ന് ആഗ്രഹിച്ച് മൂന്നാം ഏകദിനത്തിൽ ഒരു
50യുമായി എത്തി. പക്ഷേ ഈ ചാമ്പ്യൻസ് ട്രോഫിയിലൊക്കെ വരുമ്പോഴേ ഇവരുടെയൊക്കെ പ്രകടനം തന്നെയല്ലേ ഏറ്റവും കൂടുതൽ ഡിസൈഡ് ചെയ്യുന്നത് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം. ചേട്ടാ അത് പിന്നെ അവര് നല്ല കഴിവുള്ള കളിക്കാരാണ്. 2-3 കളിക്ക് ഫോം ഔട്ട് ആയാലും ശരി, ഇതുപോലുള്ള കളികളിൽ അവർ ഫോമിലാകും എന്ന് തന്നെയാണ്. 2-3 കളിയല്ല, നമ്മുടെ മുന്നിൽ ബോർഡർ ഗവാസ്കർ സീരീസ് ഉണ്ട്. ബോർഡർ ഗവാസ്കർ സീരീസ് നമ്മുടെ മുന്നിലുള്ള ഒരു അധ്യായം കൂടിയാണല്ലോ. ടെസ്റ്റിലെ കളിയേക്കാളും ഇച്ചിരി അവര് ഇത് എടുക്കുമെന്ന് തോന്നുന്നത് വൺ ഡേയിൽ അവർ കളി എടുക്കുമെന്ന് തോന്നുന്നു. കാര്യം ഇവരുടെ ഒക്കെ ലാസ്റ്റ് ഏകദിന മത്സരം ആയി തീരുമെന്ന് തോന്നുന്ന കളിയാണിത്. അപ്പൊ അതനുസരിച്ച് അവർ കളിക്കും എന്നുള്ളത് ഉറപ്പാണ്. ശരി അശോക്, വളരെയധികം നന്ദി. അപ്പോൾ ഈ ഒരു ചോദ്യമാണ് രംഗനാഥന്. ഇത് കൃത്യമായി അവർ പറയുന്നത് കോഹ്ലിയും രോഹിത്തും ഫോമിലേക്ക് ഉയരാനുള്ളൊരു സാധ്യത, അത് വലിയൊരു പ്രതീക്ഷയായിട്ട് തന്നെ ആരാധകർ വെക്കുന്നുണ്ട്. നമ്മൾ ബാറ്റിംഗ് ഓർഡർ ഒരു വശത്ത് മാറ്റട്ടെ, സ്പിന്നിൽ അറ്റാക്കിലേക്ക് വരാം. 5 സ്പിന്നർമാരുമായിട്ട് ഇന്ത്യ ഇറങ്ങുന്നു എന്നുള്ളതാണല്ലോ ചോദ്യം. അതിനകത്ത് 3 സ്പിന്നേഴ്സിന് സാധ്യത ഉള്ളതായിട്ട് കൂട്ടുക. വാഷിംഗ്ടണും കുൽദീപും മാറി നിന്നുകൊണ്ട് അക്സർ ജഡേജ കോംബോ എന്ന ലെഫ്റ്റ് ആം 2 ഓഫ് സ്പിന്നേഴ്സും വരുൺ ചക്രവർത്തി എന്ന മിസ്റ്ററി റൈറ്റ് ആം ഓഫ് സ്പിന്നറുമായിട്ടായിരിക്കുമോ ഇന്ത്യ ഇറങ്ങാൻ സാധ്യതയുള്ളത്? ലൈനപ്പ് വരാൻ ഇനി കുറച്ച് നേരം കൂടെ ബാക്കിയുള്ളൂ. പക്ഷെ എന്നാൽ പോലും ആ ചോദ്യം ഉന്നയിക്കുകയാണ്. അതിനാണ് കൂടുതൽ സാധ്യത. കാരണം ഹാർദിക് പാണ്ഡ്യ എന്നുള്ള ഒരു തേർഡ് സീമർ ടീമിലുള്ളത് അവർക്ക് ഇടയ്ക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അക്ഷദീപ്, ഷമി. പക്ഷെ ഒരു തേർഡ് സീമറിന്റെ ഒരു കുറവാണ് അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുക. അതുകൊണ്ട് 2 സ്പിന്നേഴ്സ് എന്തായാലും അക്സർ പട്ടേൽ ആണോ ജഡേജയാണോ കളിക്കുക എന്നുള്ളത് ഒരു ചോദ്യമാണ്. അത് മാത്രമല്ല 3 സ്പിന്നേഴ്സ് വരുൺ ചക്രവർത്തി ഉൾപ്പെടുന്ന ഒരു ടീം, അതെന്തായാലും ഇന്നത്തെ പിച്ചിന്റെ ഒരു റിപ്പോർട്ട് ഇനിയും വന്നിട്ടില്ല. വന്നതിന് ശേഷം ടീം മാനേജ്മെന്റ് വ്യക്തമായിട്ടൊരു ടീം ഡിസിഷനോട്ട്. കാരണം ഇന്നലെ കളിച്ച ആ ഒരു ന്യൂസിലാൻഡിന്റെ സ്പിന്നേഴ്സിന്റെ പെർഫോമൻസ് നോക്കുമ്പോൾ ആ ടീം ഇന്ത്യ 3 സ്പിന്നേഴ്സ് വെച്ച് കളിച്ചാലും അത്ഭുതപ്പെടേണ്ടത്. പിച്ച് റിപ്പോർട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിച്ച് റിപ്പോർട്ട് ഇതാണ്: 2ാം ഇന്നിംഗ്സിൽ ബാറ്റ് ചെയ്യുന്നവർക്ക് കുറച്ചുകൂടെ സാധ്യത കുറവാണ് എന്നുള്ളതാണ്. അതായത് ടീം ടോസ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ബാറ്റിംഗിലേക്ക് കടക്കാനുള്ള സാധ്യതയാണ് പിച്ച് റിപ്പോർട്ട് എന്ന് വ്യക്തമാണ്. നാസർ ഹുസൈൻ്റെ പിച്ച് റിപ്പോർട്ടാണ്. നാസർ ഹുസൈനാണ് പിച്ച് റിപ്പോർട്ട് നടത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് 2ാം ഇന്നിംഗ്സിൽ വിക്കറ്റ് കുറച്ചുകൂടെ സ്ലോ ആകും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുക്കാനുള്ള ഒരു സാധ്യത നമ്മൾ മുന്നിൽ കാണുന്നുണ്ടോ? 100% ടോസ് നേടുകയാണെങ്കിൽ ടീം ഇന്ത്യ ബാറ്റിംഗേ തിരഞ്ഞെടുക്കുള്ളൂ. കാരണം ഒരു നല്ല സ്കോർ പടുത്തുയർത്തുകയാണെങ്കിൽ താങ്കൾ സൂചിപ്പിച്ചതുപോലെ 3 സ്പിന്നേഴ്സ് ടീമിൽ വരികയും അവർക്ക് നന്നായിട്ട് ആ വിക്കറ്റിൽ നിന്ന് കിട്ടുന്ന രണ്ടാമത് ചേസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ബംഗ്ലാദേശിനെതിരെ ഇന്ത്യൻ സ്പിന്നേഴ്സിന് നന്നായിട്ട് പന്തെറിയാൻ സാധിക്കും. ഇവിടെ അതാണ് ഏറ്റവും കൂടുതൽ നമ്മളെ കുഴക്കുന്ന ഒരു ചോദ്യം. ടീം ഇന്ത്യ 3 സ്പിന്നേഴ്സിനെ കളിപ്പിക്കുമോ 3 ഫാസ്റ്റ് ബോളർമാരെ ഉൾപ്പെടുത്തുമോ എന്നുള്ളത്. ഇപ്പോഴും അതിന്റെ ഒരു വ്യക്തത. അങ്ങനെ 3 ഫാസ്റ്റ് ബോളേഴ്സ് ഉണ്ടെങ്കിൽ ഹർഷിത് റാണയ്ക്ക് സാധ്യത ഇല്ല എന്ന് വേണോ കണക്കാക്കാൻ? അതോ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യയെ തേർഡ് പേസർ ആയിട്ട് ഇന്ത്യ മുന്നോട്ട് വെക്കാനുള്ള സാധ്യത തന്നെയാണോ ഉള്ളത്? വളരെ ശരിയാണ്. കാരണം ഹാർദിക് റാണയ്ക്ക് പകരക്കാരനായിട്ട് 2 ഫാസ്റ്റ് ബോളേഴ്സ്, അക്ഷദീപും കൂടാതെ ഷമിയും കൂടാതെ ഹാർദിക് പാണ്ഡ്യ എന്നുള്ള തേർഡ് സീമറായിട്ട് വരികയും 3 സ്പിന്നേഴ്സിനെയും ടീം ഇന്ത്യക്ക് ആ ഘട്ടത്തിൽ ഉൾപ്പെടുത്താൻ സാധിക്കും. അല്ല, അതാണ് അങ്ങനെ ഒരു ചോദ്യമാണ്. അതായത് നമുക്ക് കൃത്യമായി ആരാണ് ഉണ്ടാവുക എന്നുള്ളത് അറിയില്ല. അതായത് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. നമ്മൾ ടോസ് കിട്ടി, ലൈനപ്പ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ പറഞ്ഞാൽ മാത്രമേ ബൗളിംഗ് ലൈനപ്പിൽ ആരൊക്കെ ഉണ്ടാകൂ എന്നുള്ളൊരു വലിയ പ്രതിസന്ധി തന്നെയല്ലേ അത്. കാരണം ആരാണ് ലൈനപ്പിൽ ഉണ്ടാവുക എന്നുള്ളത് പോലും അറിയില്ല. അത് നല്ല രീതിയിലാണെങ്കിൽ കുഴപ്പമില്ല. ഇത് പ്രശ്നം നമുക്ക് ആവശ്യത്തിനുള്ള ക്യാമ്പയിനേഴ്സ് ഫാസ്റ്റ് ബോളിംഗിൽ ഇല്ല എന്നുള്ളതാണ്. അത് വളരെ വ്യക്തമാണ്. കാരണം ബുംറയ്ക്ക് പകരക്കാരൻ ഇല്ലാതെ ഇരിക്കുകയാണ് ഇപ്പൊ ടീം ഇന്ത്യ. അപ്പൊ അതുകൊണ്ട് ആ ബുംറയ്ക്ക് പകരക്കാരനായിട്ട് ഒരു സ്പിന്നർ കം ഓൾറൗണ്ടർ ജഡേജയോ അക്സർ പട്ടേലിനെയോ ആ സ്ഥാനത്ത് വരികയാണെങ്കിൽ കൂടുതൽ ബാറ്റിങ്ങിനും കൂടെ ഇന്ത്യക്ക് ഒരു അഡ്വാൻറ്റേജ് കിട്ടും. ഒരു പിഞ്ച് ഹിറ്റേഴ്സ് ഒക്കെ ആയിട്ട് അക്സർ പട്ടേലൊക്കെ കഴിഞ്ഞ ഇംഗ്ലണ്ടിനെതിരെയൊക്കെ ബാറ്റിംഗിൽ പ്രൊമോട്ട് ചെയ്ത് വരുന്നുണ്ട്. അതുകൊണ്ട് കൂടുതൽ സാധ്യത 2 ഫാസ്റ്റ് ബോളർ, ഷമി കൂടാതെ അക്ഷദീപ് കൂടാതെ ഓൾറൗണ്ടർ ആയിട്ടുള്ള ഹാർദിക് പാണ്ഡ്യ മീഡിയം പേസ് എറിയും. 3 സ്പിന്നേഴ്സ്, ജഡേജ, അക്സർ പട്ടേൽ കൂടാതെ വരുൺ ചക്രവർത്തി. ഇതാണ് ഞാൻ കാണുന്ന ഒരു സാധ്യത. അങ്ങനെയാണെങ്കിൽ ബാറ്റിംഗിലേക്ക് വരുമ്പോൾ പ്രധാനമായും ആദ്യത്തെ 10 ഓവറുകൾ അത് വളരെ പ്രധാനപ്പെട്ടതാണെന്നുള്ളത് കഴിഞ്ഞ ദിവസത്തിൽ നിന്നും വ്യക്തമാണ്. മാത്രമല്ല വരുന്ന ഏകദിനങ്ങളിലൊക്കെ തന്നെ അതിൻ്റെ ഒരു പ്രതിഫലനം നമ്മൾ കാണുന്നുണ്ട്. ഏറ്റവും കൂടുതൽ റണ്ണുകൾ ആദ്യത്തെ 10 ഓവറിൽ നേടിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് എല്ലാ ടീമുകളും ലക്ഷ്യമിടുന്നത്. അത് ഇന്ത്യ മാത്രമല്ല, എല്ലാ ടീമുകളും മുന്നോട്ട് വെക്കുന്നതും അതാണ്. 2 പേർ മാത്രം 30 യാർഡ് സർക്കിളിന് പുറത്ത് നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ റൺസ് നേടുക എന്നുള്ളത്. ഈ ഒരു കണ്ടീഷനിൽ പ്രത്യേകിച്ച് ദുബായിൽ പോലൊരു വേദിയിൽ എത്രയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ 10 ഓവറിൽ മുന്നോട്ട് വെക്കാനുള്ള ടാർഗറ്റ് ആദ്യം ഇന്ത്യ ബാറ്റ് ചെയ്യുകയാണെങ്കിൽ?
എപ്പോഴായിരിക്കും കംഫർട്ടബിൾ? ബംഗ്ലാദേശാണ് ഒപ്പോണൻ്റ് എന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുകയാണ്, എത്രയായിരിക്കാം ഒരു കംഫർട്ടബിൾ ടോട്ടൽ വിത്തൗട്ട് എനി വിക്കറ്റ് ലോസ്? രോഹിത് ശർമ്മയും ശുഭ്മാൻ ഗില്ലുമാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ. ഹരി, വ്യക്തമായിട്ട് രോഹിത് ശർമ്മ 10 ഓവർ ബാറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ടീം ഇന്ത്യയുടെ മുകളിൽ പോയിരിക്കും. ശുഭ്മാൻ ഗില്ലിനെ ഞാൻ കൂട്ടുന്നില്ല. കാരണം രോഹിത് ശർമ്മ 10 ഓവർ ക്രീസിൽ പവർ പ്ലേയിൽ ഉണ്ടെങ്കിൽ ടീം ഇന്ത്യയുടെ സ്കോർ 70 മുകളിൽ അനായാസം പോയി. അങ്ങനെയാണെങ്കിൽ വിക്കറ്റ് ഒന്നും നഷ്ടപ്പെടാതെ 10 ഓവറിൽ 70-ലധികം റൺസ് ഇന്ത്യ നേടുകയാണെങ്കിൽ ഒരു നല്ല സ്കോർ പടുത്തുയർത്താനായിട്ട് പിന്നീടുള്ള ബാറ്റർമാർക്ക് സാധിക്കും. അങ്ങനെയാണെങ്കിൽ ആ ഫസ്റ്റ് ഇന്നിങ്സ് പടുത്തുയർത്തുന്ന ഏത് ടീമായാലും, അത് ബംഗ്ലാദേശ് ആയിക്കോട്ടെ ഇന്ത്യ ആയിക്കോട്ടെ, ഒരു പാർ സ്കോർ, ഒരു മികച്ച സ്കോർ എന്ന് തോന്നിപ്പിക്കാൻ കഴിയുന്നത് എത്രയായിരിക്കും? കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് 320 ന്യൂസിലൻഡ് എടുത്തെങ്കിൽ പോലും അതൊരു കംഫർട്ടബിൾ ടോട്ടലാണെന്നുള്ളത് വിചാരിച്ചിരുന്നില്ല. പാകിസ്ഥാൻ 760 വരെ എത്തി. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഒരു ഫസ്റ്റ് ഇന്നിങ്സ് മികച്ച സ്കോർ എത്രയായിരിക്കാം? 300 മിനിമം 300. അതാണ് പറഞ്ഞത്. 280+ വരികയാണെങ്കിൽ നല്ലൊരു കംഫർട്ടബിൾ. പ്രത്യേകിച്ച് താങ്കൾ പിച്ച് റിപ്പോർട്ടിന്റെ കാര്യം പറഞ്ഞു. ഞാൻ പിച്ച് റിപ്പോർട്ട് കണ്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ചർച്ചയിൽ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് അത് കാണാൻ സാധിച്ചില്ല. അങ്ങനെയാണെങ്കിൽ രണ്ടാമത് ഒരു സ്കോർ ചേസ് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടായിട്ട് പറയുകയും ചെയ്തു. അതുകൊണ്ട് സ്പിന്നേഴ്സിന്റെ ഒരു റോൾ അവിടെ വളരെ നിർണായകമാകും. ഒരു 280+ ഒക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ടോട്ടലായിട്ട് തന്നെ പറയാം. 280+ അല്ലെങ്കിൽ 300 അത് തന്നെയാണ് ഉന്നം വെക്കുന്ന ഒരു ടോട്ടൽ എന്നാണ് BCCI മാച്ച് റെഫറി പി രംഗനാഥൻ പറയുന്നത്. ടീം ലൈനപ്പ് അല്പനിമിഷത്തിനുള്ളിൽ തന്നെ വരികയും ചെയ്യും. ടോസ് ആരാണ് നേടുക എന്നുള്ളതൊക്കെ ഏകദേശം 2 മണിയോടുകൂടി അറിയാൻ കഴിയുകയും ചെയ്യും. ഇന്ത്യ അങ്ങനെ ചാമ്പ്യൻസ് ട്രോഫിയിൽ ആദ്യത്തെ മത്സരം ബംഗ്ലാദേശിനെതിരെ ഇറങ്ങുകയാണ്. 23-ാം തീയതിയാണ് ഇന്ത്യൻ ആരാധകർ ഒട്ടാകെ കാത്തിരിക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ പോരും വരുന്നത്. അപ്പോൾ എത്രമാത്രം സാധ്യതയാണ് ആ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യക്ക് നേടാൻ സാധിക്കുക എന്നുള്ളൊരു വലിയ ചോദ്യത്തിന് ആദ്യത്തെ മറുപടിയായി ബംഗ്ലാദേശിനെതിരെ ഇറങ്ങുമ്പോൾ ആരൊക്കെയായി ടീം ലൈനപ്പിൽ, എങ്ങനെയായിരിക്കാം ഇന്ത്യ ഇറങ്ങുന്നത്? പ്രസക്തമായ പല ചോദ്യങ്ങൾക്കും മറുപടി 2:30 ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ ലഭിക്കുകയും ചെയ്യും. ചർച്ചയ്ക്ക് പങ്കെടുത്ത BCCI മാച്ച് റെഫറി പി രംഗനാഥനോടും പ്രതികരിച്ച പ്രേക്ഷകരോടും നന്ദി.